നമസ്കാരം. വില്ലേജ് ന്യൂസ് TV പ്രധാന വാർത്തകൾ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ ബൈക്ക് പാർക്കിംഗ് സ്ഥലത്തുണ്ടായ തീപിടുത്തത്തിൽ 500-ലധികം ബൈക്കുകളും നിർത്തിയിട്ടിരുന്ന റെയിൽവേ എഞ്ചിനും കത്തിയതായി റിപ്പോർട്ട്. 9:30-ഓടെ തിരുവനന്തപുരത്ത് നിന്ന് DGP റവാഡ ചന്ദ്രശേഖർ നേരിട്ട് തൃശൂരിലെത്തി സംഭവം വിലയിരുത്തി. ഒരു സുരക്ഷാ സംവിധാനവുമില്ലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പാർക്കിംഗ് ടിക്കറ്റ് നൽകിയിരുന്ന 2 സ്ത്രീകൾ ഓടി രക്ഷപ്പെട്ടു. മദീനയിലുണ്ടായ വാഹനാപകടത്തിൽ 4 മലയാളികൾ മരണപ്പെട്ടു. മലപ്പുറം സ്വദേശികളായ നടുവത്ത് കളത്തിൽ അബ്ദുൽ ജലീൽ, ഭാര്യ തസ്ന, മകൻ ആദിൽ, അബ്ദുൽ ജലീലിന്റെ മാതാവ് മൈമൂനത്ത് എന്നിവരാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ച വാഹനം മദീന ജിദ്ദ ഹൈവേയിൽ പുല്ല് കൊണ്ടുപോകുന്ന ട്രക്കുമായി കൂട്ടിയിടിച്ചാണ് അപകടം. ആലത്തൂരിൽ വയോധികയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ BJP പ്രവർത്തകൻ സുരേഷ് പോരുളിപ്പാടത്തെ പോലീസ് പിടികൂടി. പഴനിയിൽ നിന്ന് കണ്ടെത്തിയ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇയാൾ ഒളിവിലാണെന്ന് 2 ദിവസങ്ങൾക്ക് മുമ്പ് വില്ലേജ് ന്യൂസ് TV റിപ്പോർട്ട് ചെയ്തിരുന്നു. കോടതി വിധിയെ തുടർന്ന് അയോഗ്യനായ ആന്റണി രാജു അപ്പീൽ നൽകും. 1-ാം പ്രതി ജോസിനും ആന്റണി രാജുവിനും 1 മാസത്തെ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. കേസിന്റെ സമയത്ത് വലിയതുറ സർക്കിൾ ഇൻസ്പെക്ടർ KK ജയമോഹന്റെ അപേക്ഷ പരിഗണിച്ച് ഹൈക്കോടതി വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ തട്ടിപ്പ് കണ്ടെത്തിയത്. ജയമോഹൻ പിന്നെ SP ആയി റിട്ടയർ ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥർ ചവിട്ടിപ്പൂഴ്ത്തിയ കേസാണ് ഇപ്പോൾ വെളിച്ചത്തിൽ വന്ന് വിധിയായതെന്ന് മുൻ DGP സെൻകുമാർ തിരുവനന്തപുരത്ത് പറഞ്ഞു. IPS ഉദ്യോഗസ്ഥർ തന്നെയാണ് കേസ് പൂഴ്ത്തിവെച്ചതെന്നും മുൻ DGP പറഞ്ഞു. കുട്ടികൾ നല്ല നിലയിലെത്തണ്ടേ? പഠനത്തിലും ജീവിതത്തിലും അവരെ മുന്നിലെത്തിക്കുവാൻ ഏർലി ബ്രെയിൻ മാപ്പിംഗ് ആൻഡ് അക്കാഡമിക് കൗൺസിലിംഗിന് അവരെ വിധേയരാക്കൂ. ജീവിതത്തിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സൽപ്രവൃത്തി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സർവീസ് ഗ്ലോബൽ ഗേറ്റ്വേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏർലി ബ്രെയിൻ മാപ്പിംഗ് ആൻഡ് അക്കാഡമിക് കൗൺസിലിംഗ്. ഇപ്പോൾ വിളിക്കുക 8129516829. മറ്റൊരു നമ്പർ 9074746363. ഇത്തവണ കേരളത്തിൽ UDF ജയിക്കുമെന്നും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അടി ഉണ്ടാവുകയില്ലെന്നും കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ ഡൽഹിയിൽ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശനെ കുരുക്കാൻ സംസ്ഥാന വിജിലൻസ് നീങ്ങുന്നുവെന്ന് റിപ്പോർട്ട്. വിദേശത്തു നിന്ന് ഒരു സ്ഥാപനത്തിലേക്ക് ഫണ്ട് വന്ന പുനർജനി കേസിലാണ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് വിജിലൻസ് കൈമാറിയിരിക്കുന്നത്. സ്ത്രീകളുടെ രാത്രിയാത്ര സുരക്ഷിതമാക്കാൻ വനിതാ കമ്മീഷൻ ശക്തമായ ഇടപെടൽ നടത്തുമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി പറഞ്ഞു. 32 തൊഴിൽ മേഖലകളിൽ കമ്മീഷൻ പബ്ലിക് ഹിയറിംഗ് നടത്തിയതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം. ചിരിയുടെ തമ്പുരാൻ മലയാളത്തിന്റെ സ്വന്തം ജഗതി ശ്രീകുമാറിന് നാളെ 75 വയസ്സ് തികയും. 14 വർഷം മുമ്പുണ്ടായ കാർ അപകടത്തിൽ നിശബ്ദനാകുന്നതുവരെ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ജഗതി ശ്രീകുമാർ. സബ് കളക്ടറെ നോഡൽ ഓഫീസറായി നിയമിച്ച് ആറ്റുകാൽ പൊങ്കാല ഉത്സവ നടത്തിപ്പിൽ തീരുമാനമായി. കോർപ്പറേഷൻ വിളിച്ച യോഗത്തെ തുടർന്ന് സംസ്ഥാന സർക്കാരിന്റെ യോഗത്തിൽ മന്ത്രി V. ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഇന്നലെ ചേർന്നാണ് ഈ തീരുമാനമെടുത്തത്. മുടങ്ങിപ്പോയ വ്യക്തിഗത പോളിസികൾ പുതുക്കാൻ LIC 2 മാസം നീളുന്ന പ്രത്യേക ക്യാമ്പയിൻ തുടങ്ങി. മാർച്ച് 2 വരെയാണ് ഈ സൗകര്യം നിലനിൽക്കുക. വെനിസ്വേലയിൽ കടന്നുകയറിയ അമേരിക്കൻ സൈന്യം പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യയെയും തട്ടിയെടുത്ത് യുദ്ധക്കപ്പലിൽ തടവിലാക്കി. പിന്നെ ന്യൂയോർക്കിലെത്തിച്ചു. US കോടതിയിൽ വിചാരണ ചെയ്യുമെന്നും വെനിസ്വേല ഇനി അമേരിക്ക ഭരിക്കുമെന്നും US പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചു. പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.